ചക്ക സീരീസിലെ ചക്കദോശ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വരൂ, എല്ലാവർക്കും വിജയലക്ഷ്മി സിമ്പിൾ കിച്ചണിലേക്ക് സ്വാഗതം. ഇതിന് നമുക്ക് നല്ല വളഞ്ഞ ചക്കയാണ് ആവശ്യം. ഇതും ചേർത്ത് ദോശ ഉണ്ടാക്കിയാൽ അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഇതിനു വേണ്ടി ഇന്നലെ രാത്രി തന്നെ ഒരു 4 കപ്പ് പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം മിക്സി ജാറിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുവൊക്കെ കളഞ്ഞ വിളഞ്ഞ ചക്കച്ചോള ഇട്ട് കൊടുക്കാം. ഞാനിത് ഇന്നലെ തന്നെ തൊല്ലി വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതാണ്. ഇനി ഇതിലേക്ക് ഏകദേശം കൈവെള്ളയിൽ ഒരു പിടി തേങ്ങ, ചിരവിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കുറച്ച് വെള്ളമൊഴിച്ച് മിക്സിയിൽ അരച്ചെടുക്കാം. ചോളയൊക്കെ മിക്സാവുന്ന രീതിയിൽ നല്ല നൈസായി അരച്ചെടുക്കണം. വെള്ളം കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. ഞാൻ മിക്സിയിൽ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തത്. അരി, ചക്കച്ചോള, ചിരവിയ തേങ്ങ, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം ചേർത്താണ് അരച്ചത്. മാവ് നല്ല നൈസായിരിക്കണം. വെള്ളം കൂടിപ്പോവാൻ പാടില്ല, നല്ലോണം കട്ടിയാവാനും പാടില്ല. ഇതാ ഈ പരുവത്തിലായിരിക്കണം. ദോശത്തവ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് വാഴയിലയിലെ തണ്ട് കൊണ്ട് നല്ലെണ്ണയാണ് തടവി കൊടുത്തത്. നല്ലെണ്ണ തടവിയാൽ ദോശ അടർത്തിയെടുക്കാൻ ഈസിയാണ്. ഉഴുന്ന് ദോശ ഉണ്ടാക്കുന്ന അതേപോലെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ പരത്താം. അടപ്പ് കൊണ്ട് മൂടി വെക്കാം. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ദോശ അടർത്തിയെടുത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ചക്കദോശ തയ്യാർ. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. കട്ടിയുള്ള നെയ്യാണ്. ജസ്റ്റ് ഒന്ന് ചൂട് തട്ടിയാൽ ഉരുകി കിട്ടും. ദോശയുടെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എന്ത് നല്ല മണം! ഇനി ബാക്കിയുള്ള മാവും ഓരോന്നായി ചുട്ടെടുക്കാം. മഴക്കാലത്തൊക്കെ ചക്ക കിട്ടിയാൽ പഴുപ്പിച്ച് തിന്നുന്നതിനേക്കാളും വിളഞ്ഞ ചക്കയെ ഇതുപോലെ ദോശയുണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇതിനെ തിരിച്ചിടാം. ഇതിൻ്റെ അടിഭാഗം കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇതിനെ നല്ല നെയ്യൊക്കെ ഒഴിച്ച് ചൂടോടെ കഴിക്കാം. ഇതിൻ്റെ ഒന്നിച്ച് കട്ടിയുള്ള ചമ്മന്തി കൂടിയായാൽ വളരെ സൂപ്പറായി. ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും ഇഷ്ടപ്പെടും.
ചക്ക കൊണ്ട് ഇങ്ങനെ എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കാമല്ലേ. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പഴുത്ത ചക്ക കൊണ്ട് ചക്കയപ്പം ഈസിയായി എങ്ങനെ ഉണ്ടാക്കാം എന്നത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു വീഡിയോയിൽ ചക്ക ചിപ്സ് ഉണ്ടാക്കുന്ന വിധവും കാണിച്ചു തരാം. തവയുടെ ചൂട് കൂടിപ്പോയാൽ ജസ്റ്റ് ഒന്ന് തുണി കൊണ്ട് തുടച്ചു കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.